ഡേ 2 അറ്റ് മലേഷ്യ. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കോംപ്ലിമെൻ്ററി തന്നെയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു, അതിൽ തന്നെ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് ബാറ്റു കേവ്സിലേക്കാണ്. ഈ ഡ്രീം കം ട്രൂ മൂമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഫീൽ ചെയ്തത്. മൂവീസിൽ മാത്രം കണ്ടിരുന്നൊരു സ്ഥലം ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ഇതൊന്നും സ്റ്റെപ്സിൻ്റെ ഹൈറ്റൊക്കെ കണ്ടപ്പോൾ കയറാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് അടിച്ചതാണ്. പക്ഷെ കുഴപ്പമില്ലാതെ എല്ലാവരും സുഖമായി കയറി. അങ്ങനെ പരിസരത്ത് തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാൻ നോക്കി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 o'clock ആയിട്ടോ. പക്ഷെ ലഞ്ചിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. സോ നേരെ നെക്സ്റ്റ് പ്ലേസിലേക്ക് വിട്ടു. അപ്പോൾ അടുത്തത് അവാന സ്കൈ വേ ആണ്. അപ്പോൾ അതിൻ്റെ പാസും ഞങ്ങളുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ രണ്ടും. അല്ലാതെ വരുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ്സ് എടുക്കണം. സോ അതിൽ കയറി അങ്ങനെ അത് കുറച്ച് ദൂരം ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് ചിൻസ്വി ടെമ്പിളിലാണ്. അതൊരു ചൈന ടെമ്പിൾ പോലെയാണ്. എനിക്ക് അതിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നും ഞാൻ വായിച്ചു നോക്കിയില്ല. പക്ഷെ കാണാൻ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെ കണ്ടു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും കേബിൾ കാറിലേക്ക് കയറി കുറച്ചുകൂടെ മേലേക്ക് പോയി. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഒരു വലിയ ഷോപ്പിംഗ് മോളായിരുന്നു. ഈ ഷോപ്പിംഗ് മോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ തീം പാർക്ക് വരെ ഉള്ളതായിരുന്നു. അവിടെ ഈ ലൈറ്റ് എഫക്ട്സ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ താഴെ എത്തുമ്പോൾ തന്നെ സമയം 5 മണി കഴിഞ്ഞിരുന്നു. ലഞ്ച് സ്കിപ്പ് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പ്. ഹോട്ടലിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ തന്നെ ഞങ്ങളെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഫുൾ സൗത്ത് ഇന്ത്യൻ കടകളായിരുന്നു എല്ലാം. തുണിക്കടയും അതുപോലെ ഹോട്ടലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. അതിൻ്റെ ഓരോ റോസ്റ്റും പൊറോട്ടയൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും ചെയ്ത് ഹോട്ടലിലെത്തി.